ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ ഫൈനലി സ്കിൻ കെയർ ഇത് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് കുറച്ച് പറയാനുണ്ട്, എന്നിട്ട് മാത്രം സ്കിൻ കെയറിലോട്ട് പോവാം. എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതും പരീക്ഷിക്കുന്നതായിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് നമുക്ക് ഷെയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. കുറച്ച് സ്കിൻ കെയർ ടിപ്സ് പറഞ്ഞുതരാം. ഓരോ മനുഷ്യൻ്റെ സ്കിന്നും ഓരോ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചേരണമെന്നില്ല. ആരൊക്കെ എന്തൊക്കെ റിവ്യൂ പറഞ്ഞാലും എന്തൊക്കെ സജഷൻ തന്നാലും നമ്മുടെ സ്കിന്നിനെ കുറിച്ചും നമ്മൾ ഉപയോഗിക്കാൻ വന്ന പ്രോഡക്റ്റിനെ കുറിച്ചും നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം കേട്ടോ. എൻ്റെ ഒരു ലേറ്റ് 20s ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ വിസിബിളി വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ. യെസ്, നമ്മുടെ ഏജ് അനുസരിച്ച് മാത്രമേ നമ്മൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് സീറംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളൊരു 25 എന്തായാലും കഴിഞ്ഞിരിക്കണം കേട്ടോ. ബിഫോർ ദാറ്റ് നമുക്കൊരു മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ അത് തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. എങ്ങനെയാന്നല്ലേ, കുഞ്ഞിലെ എൻ്റെ ഫേസും ബോഡി പാർട്ടും ഒഴിച്ച് എൻ്റെ കയ്യിലും കാലിലൊക്കെ ഈ സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. വെയിലടിക്കുന്നതും കൊതുകുത്തുന്നതൊക്കെ എനിക്ക് ഭയങ്കര പ്രോബ്ലംസ് ആയിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോഴും എൻ്റെ കയ്യിലും കാലും കാണാൻ പറ്റും. അന്നൊക്കെ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ച് ഒരുപാട് സ്കിൻ കെയർ അല്ലാതെ തന്നെ ഒരുപാട് മെഡിസിൻസ്, സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റംസ് എനിക്ക് സ്കിന്നിൽ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഡോക്ടേഴ്സ് ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നത് ഒരിക്കലും ഇതൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുതെന്ന് കേട്ടോ. കുഞ്ഞുനാളിൽ തുടങ്ങിയ ഈ അലർജി ഏകദേശം ഒരു കോളേജ് കഴിയുന്ന ആ ഒരു ടൈം വരെയൊക്കെ എൻ്റെ ബോഡിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണ മാർക്കറ്റിൽ എനിക്കിതൊരു വിലങ്ങതടി ആവാതിരിക്കും എൻ്റെ പാരൻസ് ആ കുഞ്ഞുനാൾ മുതൽ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ആയുർവേദം, അലോപ്പതി എന്ന് വേണ്ട പല ഐറ്റംസും പുരട്ടാനും തേക്കാനൊക്കെ അങ്ങനെ പരീക്ഷിച്ചു. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലും കാലിലും എൻ്റെ ഏജിനേക്കാൾ കൂടുതൽ ഒരു പ്രായം എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. ഭാഗ്യത്തിന് ഫേസിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഫേസിലോട്ട് അത് എഫക്റ്റ് ചെയ്തിട്ടില്ല, ബോഡിയിലോട്ടും എഫക്റ്റ് ചെയ്തിട്ടില്ല. അല്ലാതെ ഞാനിത് യൂസ് ചെയ്തിരുന്ന കയ്യിലൊക്കെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ എനിക്കിപ്പോഴും കാണാം. ചുളിവുകൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ കോംപ്ലക്സ് ട്രോമ എല്ലാം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും സംസാരിച്ചത് കേട്ടോ. എൻ്റെ സ്കിൻ ഡിസീസിനെ കുറിച്ചും അതുണ്ടാക്കിയ ട്രോമ, അതിൽ നിന്ന് ഞാൻ അങ്ങനെ മൂവ് ഓൺ ആയി, ഈ ട്രാൻസിഷൻ എങ്ങനെ സംഭവിച്ചു എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. അപ്പോൾ ബാക്ക് ടു സ്കിൻ കെയർ. ഇനി പറയാൻ പോകുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ആണ് കേട്ടോ. ഞാൻ ഏതൊക്കെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ലെയർ ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത്. ഞാൻ പല പ്രോഡക്ട്സും മാറ്റി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്ത ടൈം ആണെങ്കിൽ ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്യും. പിന്നെ ടോണറായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് സിറംസ് ആണ്. സിറംസ് എല്ലാവർക്കും ഒരേപോലെ ചേരണമെന്നില്ല. അപ്പോൾ ഏതൊക്കെ സിറംസ് ആർക്കൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അടുത്ത വീഡിയോ. ഇനി ഒരു അണ്ടർ ഐ ക്രീം, പിന്നെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ, തീർന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങളത് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ഉൾപ്പെടെ അതെങ്ങനെ യൂസ് ചെയ്യുന്നു, എങ്ങനെ ലെയർ ചെയ്യുന്നു എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ദ വേ.